ഹായ്. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് എന്താ സ്പെഷ്യൽ? ഇവിടെയാണെങ്കിൽ കുറച്ച് ചിക്കൻ കറിയും പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആദ്യം ഞാനൊന്നും ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചതാണ്. പിന്നെയാണ് കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് വേണം പറഞ്ഞിട്ട് ഏട്ടനെ കൊണ്ട് ചിക്കനെ കൊണ്ടിച്ചു. അപ്പോൾ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അത് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ കേട്ടോ. അപ്പോൾ പച്ചമുളക് നോക്കിയപ്പോൾ അതിൽ പകുതി മുക്കാലും കേട് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ലത് നോക്കിയിട്ട് ഞാൻ പെറുക്കിയെടുത്തു കേട്ടോ. ഈ കരിവേപ്പില നോക്കുക, നമ്മളിങ്ങനെ ഡപ്പയിലൊക്കെ ഇട്ട് വെച്ചാൽ നല്ല കുറേ ദിവസം എത്തണ്ടേ. അതിനിടയ്ക്ക് മാട്ടിത വന്ന ഒരു മുഖം കാണിച്ചിട്ട് പോയിട്ടുണ്ട്. പിന്നെ പുതിനയിലയും മല്ലിച്ചപ്പാണെങ്കിൽ അതും കേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും പുതിയതായിട്ട് കൊണ്ടിരിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ട് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടനും അമ്മയൊക്കെ എന്നെ സഹായിക്കുന്നു കേട്ടോ. അവരൊക്കെ വെളുത്തുള്ളിയൊക്കെ നേരാക്കി തരുന്നുണ്ട്. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് പല്ലുവേദനയാണ് കേട്ടോ. പല്ലുവേദന ആയതുകൊണ്ട് പണിയൊന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷേ എങ്ങനെയും ഇതൊന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണമല്ലോ. അപ്പോൾ ഞാനും കൂടെ ഏട്ടനമ്മ കൂടിയിട്ടോ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇതവിടെ ഉള്ളി അരിഞ്ഞ് തരുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഗുളികയൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. പല്ലുവേദന സഹിക്കാൻ വയ്ക്കണില്ല. അപ്പോൾ ആ മസാലപ്പൊടിയൊക്കെ എടുത്ത് വയ്ക്കണേ. ഏട്ടൻ ഉള്ളി അരിഞ്ഞ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മസാലപ്പൊടിയൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഇത് അടുപ്പത്ത് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ചിക്കൻ കറി. അടുപ്പത്താകുമ്പോൾ വേഗം വെന്ത് കിട്ടുകയും ചെയ്യും, ടേസ്റ്റും ഉണ്ടാവും. ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കണം. കാശ്മീരി ചില്ലി ഇവിടെ ചെറിയ പാക്കറ്റാണ് മേടിക്കൽ. ചിക്കനെ മാത്രമേ കേട്ടോ കാശ്മീരി ചില്ലി യൂസ് ചെയ്യലുള്ളൂ. അപ്പോൾ മസാലപ്പൊടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ അടുപ്പിൻ്റെ അടുത്തേക്ക് പോവുക വെച്ചിട്ടാണ് കേട്ടോ. അതിനിടയ്ക്കാണെങ്കിൽ അമ്മ അതാ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അടുപ്പ് കത്തിക്കുന്നത് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. എന്താ വെച്ചാൽ വിറകില്ലാത്ത ഒറ്റ പ്രശ്നമല്ല കേട്ടോ. അല്ലാതെ അടുപ്പിൻ്റെ പ്രശ്നമല്ല, വിറകില്ലാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ചിരട്ടിയും ചകിരിയൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നുണ്ട്. അതാ മാട്ടിതാ അതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. സ്കൂളിൽ ലീവാന്നുള്ള വാർത്ത കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ടിവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ താണ്ടിലെ തുള്ളിച്ചാട്ടം, നാളെ സ്കൂളില്ല എന്നുള്ളതിൻ്റെ തുള്ളിച്ചാട്ടമാണ്. അപ്പോൾ അതാ ചിക്കൻ കറി വെന്തിട്ടുണ്ട്. ഞാൻ അടുപ്പിനൊക്കെ കൊടുത്ത് ടേസ്റ്റൊക്കെ നോക്കിയിട്ടോ, ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി. അങ്ങനെ അത് അടുക്കളയിൽ കൊണ്ടുവച്ച്, മറ്റേ അടുക്കളയിൽ കൊണ്ടുവച്ച് നമ്മൾ മല്ലിച്ചപ്പും പുതിനയിലൊക്കെ ഇട്ടു. അപ്പോൾ അതങ്ങനെ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. കുട്ടികളൊക്കെ അവിടെ കഴിക്കണ്ടേ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.